നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് ദൂതൻ വന്ന് മംഗലവാർത്ത പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ദൈവം മംഗലവാർത്ത തരുന്നുണ്ട്. അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് മംഗലവാർത്തയുടെ ആ ഒരു ബൈബിൾ ഭാഗം വായിച്ചുകൊണ്ട് അച്ഛൻ തുടങ്ങുവാണ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അപ്പോൾ ആരാ അയച്ചത്? ദൈവമാണ് അയച്ചത്. ഓക്കെ, ഇപ്പൊ അച്ഛൻ പറയാൻ പോകുന്ന ഇതാണ്. നമുക്ക് മാതാവിന്റെ അടുത്തേക്ക് ദൈവം മാലാഖേനെ അയച്ചു. അതുപോലെ നമ്മുടെ അടുത്തേക്കും ദൈവം ദൈവത്തിന്റെ ഏജൻസിനെ അയക്കുന്നുണ്ട്. മാതാവിന്റെ ജീവിതത്തിൽ ആദ്യത്തെ വിശുദ്ധ കുർബാന എന്നായിരുന്നു? മാതാവിന്റെ ജീവിതത്തിൽ ആദ്യത്തെ വിശുദ്ധ കുർബാന ഈ മംഗലവാർത്തയായിരുന്നു. മാതാവിന്റെ ജീവിതത്തിൽ ആദ്യത്തെ വിശുദ്ധ കുർബാന. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ മംഗലവാർത്തയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയും. ഓരോ വിശുദ്ധ കുർബാനയും ഓരോ മംഗലവാർത്തയാണ്. അത് അച്ഛൻ ഇന്ന് കാണിച്ചു തരാം നമുക്ക്. ഓക്കെ, അപ്പം ദൈവത്താൽ മാലാഖയെ മാതാവിന്റെ അടുത്തേക്ക് അയച്ചു ആണല്ലോ. അതുപോലെ നമ്മളിപ്പോൾ കുർബാനയും മംഗലവാർത്തയായിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്താണ് പോകുന്നത്. ഓരോ ലൈനും വായിച്ച് പോകുന്നു. അപ്പം നമുക്ക് മനസ്സിലായി എന്ത് അടിപൊളിയാണ്. ഓക്കെ, അപ്പം ദൈവം മാതാവിന്റെ അടുത്തേക്ക് മംഗലവാർത്ത അറിയിക്കാൻ വേണ്ടി ദൂതനെ അയച്ചു. ഇനി കുർബാനയിൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ദൂതനെ മംഗലവാർത്തയെ അയക്കാൻ നമ്മുടെ അടുത്തേക്ക് അയക്കുന്നു ഒരു പുരോഹിതനിലൂടെ. അപ്പം ഒരു ഏഞ്ചല് ഒരു മാലാഖായ ദൈവം അയച്ചു മാതാവിന്റെ അടുത്തേക്ക് മംഗലവാർത്ത പറയാൻ. ഒരു പുരോഹിതന് ദൈവം അയച്ചു ഈശോയുടെ മക്കളുടെ അടുത്ത് മംഗലവാർത്ത പറയാൻ. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? മാതാവിന്റെ അടുത്ത് മാലാഖ വന്നിട്ട് എന്താ പറയുന്നത്? ആദ്യമേ പറയുന്നത് ഇങ്ങനെയല്ലേ, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അപ്പൊ ആദ്യമേ പറയുന്നത് എന്താ? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഈ ലത്തീൻ കുർബാനയിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവാം. ലത്തീൻ കുർബാനയിൽ തുടങ്ങുന്നത് എങ്ങനെയാ? നമ്മൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞതിന് ശേഷം എന്താ അച്ഛൻ പറയുന്ന? ആദ്യമായിട്ട് അച്ഛൻ ദൈവജനത്തോട് പറയുന്ന ആദ്യത്തെ വാക്ക് എന്താണെന്നറിയാവോ? കർത്താവ് നിങ്ങളോടുകൂടെ. അല്ലെങ്കിൽ എന്താ? നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ, നാം എല്ലാവരോടും കൂടെ. അപ്പൊ എന്താ? കർത്താവ് നിന്നോടുകൂടെ. അപ്പൊ മാതാവിനോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ ആദ്യത്തെ ദൈവവചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആദ്യത്തെ വാക്ക് എന്തായിരുന്നു? കർത്താവ് നിന്നോടുകൂടെ. നമ്മളോട് കുർബാനയില് ദൈവം പറയുന്ന ആദ്യത്തെ വാക്ക് അവന്റെ ദൂതനിലൂടെ, ഒരു അച്ഛനിലൂടെ, ഒരു പുരോഹിതനിലൂടെ പറയുന്ന ആദ്യത്തെ വാക്ക് എന്താ? കർത്താവ് നിന്നോടുകൂടെ. രണ്ടും ഒന്നാണ്. തുടങ്ങുന്നത് രണ്ടും ഒന്ന്. മംഗലവാർത്ത തുടങ്ങുന്നതും കുർബാന തുടങ്ങുന്നതും ഒരുപോലെ. ദൈവത്തിന്റെ ദൂതനിലൂടെ ദൈവത്തിന്റെ വാക്ക് തരുന്നു, കർത്താവ് നിന്നോടുകൂടെ. അത്രയും ഒക്കെ ആദ്യത്തെ പാട്ട് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? ഈ ദൂതന്റെ ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പം മാതാവിന് എന്നാ തോന്നിയേ? ഇങ്ങനെയാണ് നമ്മുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. അപ്പൊ എന്താ ഇത് കേട്ടപ്പോൾ മാതാവിന് എന്താ ടെൻഷനായി? ഇതിനുള്ള യോഗ്യതയൊന്നും ഇല്ലല്ലോ എനിക്ക്. ദൈവം എൻ്റെ അടുത്ത് വരാൻ, ഞാൻ പാപിയല്ലേ. അപ്പോൾ എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല ഒരു മാലാഖ എൻ്റെ അടുത്ത് വന്ന് പറയാൻ. അപ്പൊ അതാ മാതാവിന്റെ ഉള്ളിലൂടെ കടന്നുപോയേ. നമ്മൾ കുർബാനയിൽ നോക്ക്, നമ്മൾ ഈ അഭിവാദനത്തിന് ശേഷം ഉണ്ടായ രണ്ടാമത്തെ ഭാഗം അത് കഴിഞ്ഞിട്ട് എന്തിലേക്കാണ് കിടക്കുന്നത്? നമ്മൾ ദൈവത്തോട് പറയാണ്, ദൈവമേ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണേ. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. അല്ലെ? നമ്മളെന്താ? തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുകയാണ്. അതിന് യോഗ്യതയില്ല ഈശോയെ നിന്നെ സ്വീകരിക്കാൻ, ഈ കുർബാനയിൽ പങ്കെടുക്കാൻ, നിന്നെ സ്വീകരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ. അത് കഴിയുമ്പം ദൈവം ക്ഷമിക്കുന്നു. ഓക്കെ, അപ്പം മാതാവിന് മംഗലവാർത്ത കിട്ടിയപ്പോൾ മാതാവിന് തോന്നി ഇതിനുള്ള യോഗ്യതയില്ല. നമുക്കും മംഗലവാർത്ത കിട്ടുമ്പോൾ നമ്മളോടും ദൈവം സംസാരം നമുക്കും തോന്നി ഇതിനുള്ള യോഗ്യതയില്ല. നമ്മൾ അതിന് ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പം ആദ്യത്തെ ഇത് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ എന്താ ഗബ്രിയേൽ മാലാഖ മാതാവിനോട് പറയുന്നത്? സുവിശേഷം അറിയിക്കുകയാണ്, സദ്വാർത്ത പറയണം. മംഗലവാർത്ത അപ്പോഴാണ് പറയുന്നത്. എന്താണ് പറയാനുള്ളത്? ആ ഗുഡ് ന്യൂസ് അപ്പോഴാണ് പറയുന്നത്. എന്താ പറയുന്നത്? മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസനെ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവിന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അപ്പൊ ഇത്രയാണ് ഗുഡ് ന്യൂസ് ആയിട്ട് പറഞ്ഞത്. ഇത്രയും പറഞ്ഞ് നിർത്തി.
അപ്പൊ ഗുഡ് ന്യൂസ്. നമ്മൾ കുർബാനയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ ക്ഷമ ചോദിച്ചതിന് ശേഷം എന്താ പിന്നെ വായനകളാണ്. സുവിശേഷത്തിൽ അത് അവസാനിക്കുന്നു. അപ്പൊ സുവിശേഷം, അപ്പം മാതാവിന്റെ അടുത്ത് ആ സുവിശേഷം കൊടുക്കുന്നു, ഈശോയുടെ മക്കളുടെ അടുത്ത് സുവിശേഷം പുരോഹിതനിലൂടെ കൊടുക്കുന്നു, മാതാവിന്റെ അടുത്ത് മാലാഖയിലൂടെ കൊടുക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ പുരോഹിതനിലൂടെ, അയക്കപ്പെട്ടവനിലൂടെ ഇവിടെയും കൊടുക്കുന്നു. അത് കഴിഞ്ഞപ്പോ എന്താ പറ്റിയെ? സദ്വാർത്ത പറഞ്ഞു കഴിഞ്ഞപ്പോ മാതാവിന് എന്താ സംഭവിച്ചെ? നമ്മൾ കാണുന്നത് എങ്ങനെയാ? മാതാവ് ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഞാൻ ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കും? എനിക്കിത് മനസ്സിലാവുന്നില്ല. അപ്പം എന്താ മാലാഖ ചെയ്യുന്നത്? അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, അത് മനസ്സിലാക്കി കൊടുക്കുകയോ ചെയ്യുന്നത്. അതിനുശേഷം ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ സുവിശേഷം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഇതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന് മാലാഖ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, നമ്മളെ കുർബാനയിലേക്ക് വരാം. കുർബാനയിൽ എന്താ സംഭവിക്കുന്നത്? സുവിശേഷം വായന കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ? സുവിശേഷ വായന കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉള്ളത്? പ്രസംഗമാണ്. പ്രസംഗത്തില് പുരോഹിതൻ ആ വചനം വിശദീകരിച്ചു കൊടുക്കുന്നു. ദൈവമക്കൾക്ക് വചനം വിശുദ്ധീകരിച്ചു കൊടുക്കുന്നു. അതല്ലേ സംഭവിക്കുന്നത്? ഇവിടെ മാലാഖ ആ ദൈവവചനം വിശുദ്ധീകരിച്ചു കൊടുക്കുന്നു. കുർബാനയിൽ ഈശോയുടെ പുരോഹിതൻ ആ ദൈവവചനം വിശുദ്ധീകരിച്ചു കൊടുക്കുന്നു. അപ്പം വിശദീകരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്, യൂദം പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ കുഞ്ഞുണ്ടാവുന്നത്? എങ്ങനെയാണ് ഈശോ നിന്റെ ഉദരത്തിലേക്ക് വരാൻ പോകുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഈശോ നിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ പോകുന്നത്. നമ്മൾ കുർബാനയിലേക്ക് വരാം. കുർബാനയില് എങ്ങനെയാ ഈ അപ്പം ഈശോയാവുന്നേ? എങ്ങനെയാ അപ്പം ഈശോയാവുന്നേ? നമ്മൾ കുർബാനയില് യൂക്രിസ്റ്റിക് പ്രയറിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക എന്താ? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴിയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴിയാണ് ആ അപ്പം, ആ ഓസ്തി തിരുവോസ്തിയാവുന്നേ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴി ഓസ്തി തിരുവോസ്തിയാവുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴി മാതാവിന്റെ ഉള്ളില് ഈശോ വരുന്നു. രണ്ടും ഒന്ന്. ഒരേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, ഒരേ ഈശോ മാതാവിന്റെ ഉള്ളിൽ വരുന്നു, തിരുവോസ്തി വരുന്നു. അത് കഴിയുമ്പോ എന്താ സംഭവിക്കുന്നത്? അപ്പൊ മാതാവ് തന്നെ മൊത്തമായിട്ട് കൊടുക്കുവാണ് നമുക്ക്. അപ്പൊ നമ്മൾ കാഴ്ച സമർപ്പണം ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഈശോ വരുന്നു. അത് കഴിഞ്ഞിട്ട് എപ്പോഴാ മാതാവിന്റെ ഉദരത്തിൽ ഈശോ വന്നത്? എപ്പോഴാ മാതാവിന്റെ ഉദരത്തിൽ ഈശോ വന്നത്? മാതാവിന്റെ ഉദരത്തില് ഈശോ വന്നത് മാതാവ് യെസ് പറഞ്ഞപ്പോഴാ അല്ലെ? ഒരു തരത്തിൽ ചിലപ്പോൾ മാതാവിനോട് മാലാഖ ചോദിച്ചിട്ടുണ്ടാവും, മോളെ ഞാൻ ഈ പറഞ്ഞതൊക്കെ നീ വിശ്വസിക്കുന്നുവോ? നീ വിശ്വസിക്കുന്നുവോ? ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അപ്പൊ മാതാവ് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ വിശ്വസിക്കുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ആ നിമിഷമാണ് ഈശോ മാതാവിന്റെ ഉദരത്തിൽ വന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് തന്നെ വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നു. നമ്മൾ ചിലപ്പോഴും ഓർക്കാറില്ല, ഇത് തന്നെയാണ് നമുക്ക് എപ്പോഴാ എൻ്റെ ഉള്ളിൽ ഈശോ വരുന്നേ? വിശുദ്ധ കുർബാന സ്വീകരണത്തിനായിട്ട് നമ്മൾ വരുമ്പോ പുരോഹിതൻ ഈശോനെ കൊടുക്കും ഓരോരുത്തർക്കും. ഈശോനെ കൊടുക്കും ഓരോരുത്തർക്കും. അപ്പോ ഈ പുരോഹിതൻ എന്താ പറയുന്നേ? ഈശോയുടെ തിരുശരീരം. ഞാൻ എന്താ പറയുന്നേ? ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ എന്താ? നീ പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ, അതുപോലെ സംഭവിക്കട്ടെ, ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ആമേൻ. നീ പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ, നീ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ. ഈശോയുടെ തിരുശരീരം. ഞാൻ പറയും ആമേൻ. മാലാഖ പറഞ്ഞത് എന്താ? നീ പറഞ്ഞതൊക്കെ വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ. മാതാവ് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. അതാ ഞാനും ആമേൻ പറയുമ്പോ അതാ പറയുന്നേ, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. അത് ആമേൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈശോനെ സ്വീകരിക്കുന്നത്. അപ്പൊ എന്ത് പറ്റി? എന്റെ ഉള്ളിൽ ഈശോ വന്നു. മാതാവ് യെസ് പറഞ്ഞപ്പം, മാതാവ് ആമേൻ പറഞ്ഞപ്പം മാതാവിന്റെ ഉള്ളിൽ ഈശോ വന്നു. ഞാൻ ആമേൻ പറഞ്ഞപ്പം എന്റെ ഉള്ളിലും ഈശോ വന്നു. ഇപ്പൊ നമ്മൾ രണ്ടുപേരുടെയും, മാതാവിന്റെ ഉള്ളിൽ ഈശോ, എന്റെ ഉള്ളിലും ഈശോ. ഈ ഈശോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മാതാവിന്റെ ഉള്ളിൽ വന്ന ഈശോയും എന്റെ ഉള്ളിൽ വന്ന ഈശോയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. ഒരേ ഈശോ. അപ്പം മാതാവിന്റെ ഉള്ളിൽ വന്നപ്പോൾ നമ്മളും ഈശോനെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുർബാന എങ്ങനെയാ തീരുന്നേ?
കുർബാന എങ്ങനെയാ തീരുന്നേ? നമുക്കറിയാലോ, ദൈവം മനുഷ്യന് നൽകിയ ആദ്യത്തെ പുതിയ നിയമത്തില് ദൈവം മനുഷ്യനോട് പറയുന്ന ആദ്യത്തെ കാര്യം ഭയപ്പെടേണ്ട എന്നുള്ള കാര്യമാണ്. സക്കറിയയോട് പറയുന്നുണ്ടല്ലോ. അതും മാതാവിനോടും പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? കർത്താവ് നിന്നോട് കൂടെ. അവസാനത്തെ വാക്യം എന്താ? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതെപ്പോഴാ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞത്? അവൻ എന്താ പറയാ, അവൻ അങ്ങ് ഗ്രാൻഡ് കമ്മീഷൻ എന്ന് പറയില്ല, ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. അതിന്റെ അവസാനമാണ് പറഞ്ഞത്. അപ്പൊ ഒരു 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 മിഷൻ അയച്ചുകൊണ്ടാണ് ലാസ്റ്റ് ഈശോയുടെ വാക്ക് നിർത്തുന്നത്. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മിഷൻ തന്നിട്ടാ. കുർബാന എങ്ങനെയാ തീരുന്നേ? കുർബാന എങ്ങനെ തിന്നാം? അപ്പൊ ഞാൻ ഈശോനെ സ്വീകരിച്ചു, ഞാനും ഈശോയും ഒന്നാവുന്നു. ഒന്നായിട്ടിരിക്കുന്ന സമയം അവസാനമായിട്ട് ഈശോ എന്നോട് എന്താ പറയുന്നേ? നമ്മൾ കുർബാനയിൽ കേൾക്കാം. നമുക്ക് അവസാനം പിന്നെ ഒന്നോടെയും പറയും. ഇപ്പൊ ലാറ്റിൻ കുർബാനയിലെ ലാസ്റ്റ് പിന്നെയും പറയും, കർത്താവ് നിന്നോട് കൂടെ, കർത്താവ് നിങ്ങളോട് കൂടെ. അത് കഴിഞ്ഞിട്ടാണ് ആശീർവാദം തരുന്നത്. ആശീർവാദം കഴിഞ്ഞിട്ട് പുരോഹിതൻ പറയുന്ന അവസാനത്തെ വാക്കെന്താ? അവസാനത്തെ വാക്കെന്താ? അവസാന വാക്കെന്താ? നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ, സമാധാനത്തോടെ പോയിക്കൊള്ളുക. അല്ലെങ്കിൽ പലരും 3, 4 ഓപ്ഷൻസ് ഉണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് അതിലേതെങ്കിലും ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ, പോയി ദൈവരാജ്യം പ്രസംഗിക്കുവിൻ, സമാധാനത്തോടെ പോയിക്കൊള്ളുക. അല്ലെങ്കിൽ ദിവ്യപൂജ സമാപിച്ചിരിക്കുന്നു. അപ്പൊ എന്താ അതിൽ പറയുന്നേ? നമ്മളോട് പോകാനാ പറയും. എന്തിനാ പോകുന്നേ? നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അതാ പറയുന്നത്. ഒരു മിഷൻ തന്നിട്ടാ വിടുന്നേ. മിഷൻ തന്നിട്ടാ വിടുന്നേ. അപ്പം നമ്മളെ എന്താ, ഒരു അനുഗ്രഹമാവാൻ. അപ്പൊ എന്റെ ജീവിതത്തിൽ ഈശോ വന്നു, ഞാനൊരു അനുഗ്രഹം ആയിരിക്കുകയാണ്. ഈ അനുഗ്രഹം ബാക്കിയുള്ളവർക്കും കൊടുക്കാൻ വേണ്ടി ദൈവം നമ്മളെ അയക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അച്ഛൻ പറഞ്ഞത് ആദ്യത്തെ കാര്യം. അപ്പൊ എന്താ ഓർക്കുക, എന്റെ ഉള്ളിലും ഈശോ വന്നു, മാതാവിന്റെ ഉള്ളിലും ഈശോ വന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ഫേസിലേക്ക് കടക്കുകയാണ്. ഇനി എനിക്ക് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, ഈ സക്രാരി എന്ന് പറഞ്ഞാൽ എന്താ? സക്രാരി എന്താ? ഈശോനെ വെക്കുന്ന സ്ഥലമാണ് സക്രാരി, അല്ലെ? ഈശോനെ വെക്കുന്ന സ്ഥലമാണ് സക്രാരി. നമുക്കറിയാം, നമ്മുടെ പള്ളികളില് ചില സക്രാരികള് ഇരുമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബോക്സിന്റെ അകത്ത് ഞാൻ ഒരു തിരുവോസ്തി വെക്കുന്നുള്ളൂ. ഒരു തിരുവോസ്തി അതിന്റെ അകത്ത് വെച്ചാൽ സക്രാരി ആവുമോ? സക്രാരി ആവും. കാരണം എവിടെ ഞാൻ ഈശോനെ സൂക്ഷിക്കുന്നോ അത് സക്രാരി ആവും. അപ്പൊ ഞാൻ ഒരു ഇരുമ്പ് ബോക്സിന്റെ അകത്ത് ഈശോനെ വെച്ചാൽ സക്രാരി ആവോ? സക്രാരി ആവും. എനിക്ക് അതിന്റെ 2 വശത്തും 2 തിരികൾ വെക്കാവോ? കത്തിച്ച് തിരി വെക്കാവോ? വെക്കാൻ പറ്റും. എന്തിനാ തിരി വെക്കുന്നേ? തിരി വെക്കുന്നത് എന്താ? നമ്മളെ മനസ്സിലാക്കിപ്പിക്കാനാ. അതിന്റെ ഉള്ളിൽ ഈശോ ഉണ്ടെന്ന്. ചില സക്രാരികളിൽ ഈശോ ഇല്ലെങ്കിൽ നമ്മൾ തിരി കെടുത്തിയാ വെക്കുന്നേ. ഈശോ ഉണ്ടെങ്കിൽ നമ്മൾ തിരി കത്തിച്ച് വെക്കും. എന്താ? ഈശോ ഉള്ളിലുണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയാ. അപ്പോൾ ഈ ഇരുമ്പ് ബോക്സിനകത്ത് ഒരു ഈശോനെ വെച്ചാൽ എനിക്ക് 2 സൈഡിലും തിരി വെക്കാവോ? തിരി വെക്കാൻ പറ്റും. ഉറപ്പായിട്ടും വെക്കാം. എന്നാ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു 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 പലക കൊണ്ടുള്ള ഒരു ബോക്സ് ഉണ്ടാക്കി, ഒരു വുഡൻ ബോക്സ്. ഈ വുഡൻ ബോക്സിനകത്ത് ഞാൻ ഈശോനെ വെച്ച് കഴിഞ്ഞാൽ സക്രാരി ആവോ? സക്രാരി ആവും. എനിക്ക് 2 തിരി അതിന്റെ 2 സൈഡിലും വെക്കാവോ? വെക്കാൻ പറ്റും. കാരണം ഈശോ ഉണ്ട് അതിന്റെ അകത്ത്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ചോദ്യം ഇതാണ്. ഞാൻ ഒരു ഇരുമ്പ് ബോക്സിനകത്ത് ഈശോനെ വെച്ചാൽ സക്രാരി ആവും. ഒരു വുഡൻ ബോക്സിനകത്ത് ഈശോനെ വെച്ച് കഴിഞ്ഞാൽ അത് സക്രാരി ആവും. അങ്ങനെയാണെങ്കിൽ ഒരു മാംസം കൊണ്ടുണ്ടാക്കിയ ഈ ബോക്സിനകത്ത് ഈശോനെ വെച്ചാൽ സക്രാരി ആവില്ലേ? സക്രാരി ആവും. 2 സൈഡിലും ഓരോ തിരി വെക്കാൻ പറ്റുമോ? ശരിക്കും വെക്കാം. കാരണം എന്താ? ഈശോ ഉള്ളിലുണ്ട്. അപ്പൊ 2 സൈഡിലും ഒരു തിരി വെക്കാം. ഇതേ ചുമ്മാ അച്ഛൻ പറയുന്നതല്ല. ഇങ്ങനെ ഒരു വിശുദ്ധൻ ചെയ്തിട്ടുണ്ട്. ആ വിശുദ്ധൻ പേരാണ് ഫിലിപ്പ് നേരി പുണ്യാളൻ. ഫിലിപ്പ് നേരി പുണ്യാളൻ ഇങ്ങനെ കുർബാന അർപ്പിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ദിവസം ഒരു ചേട്ടൻ കുർബാന സ്വീകരിക്കാനായിട്ട് വന്നു. അപ്പോൾ ഫിലിപ്പ് നേരി പുണ്യാളൻ ഫിലിപ്പ് നേരി പുണ്യാളൻ ഈ ചേട്ടന് വിശുദ്ധ കുർബാന കൊടുത്തു. ഈശോനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ ചേട്ടനെ അവിടുന്ന് പോകുന്ന വഴിക്ക് കാണുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങി. അവരോടൊക്കെ വർത്താനം ഇമ്മീഡിയറ്റ് അപ്പം തന്നെ കാണുന്നവരോട് വർത്താനം പറയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും പുണ്യാളിന് വിഷമായി. അപ്പൊ പുണ്യാളൻ അപ്പൊ ഒന്ന് ക്ഷമിച്ചു നിന്നു. രണ്ടാമത്തെ ദിവസവും കുർബാന സ്വീകരിച്ചിട്ട് ഈ ചേട്ടൻ ഇതേ കാര്യം തന്നെ ചെയ്യുന്നു. അപ്പം പുണ്യാളന് കുറച്ചുകൂടെയും വിഷമായി. കാരണം ഈശോനെ സ്വീകരിച്ചിട്ട് പോയി വർത്താനം പറയാണ്. ഈശോട് വർത്താനം പറയാണ്ട്, ആരാ വന്നേന്ന് പോലും ഓർക്കാണ്ട് ബാക്കി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം പുണ്യാളൻ കൺട്രോൾ ചെയ്തു. മൂന്നാമത്തെ ദിവസവും ഈ പുണ്യാളന്റെ കയ്യിൽ നിന്ന് ഈശോനെ സ്വീകരിച്ചതിന് ശേഷം ചേട്ടൻ ഇങ്ങനെ പോയപ്പോൾ പുണ്യാളിന് മനസ്സിലായി ഇനി പറ്റില്ല. പുണ്യാളൻ എന്ത് ചെയ്തു? പുണ്യാളൻ 2 നല്ല ഓൾട്ടർ ബോയ്സ് ഉണ്ടായിരുന്നു, ആൾത്താര ബാലന്മാർ. അവരോട് പറഞ്ഞു, മക്കളെ ഇങ്ങ് വന്നേ. അപ്പൊ അവര് വന്നു. അത് കഴിഞ്ഞിട്ട് ആൾത്താരയുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു തിരി ഒരു ആൾത്താര ബാലന്റെ കൈ കൊടുത്തു, മറ്റേ തിരി മറ്റേ ആൾത്താര ബാലന്റെ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ചേട്ടൻ എവിടെയൊക്കെ പോകുന്നോ ആ ചേട്ടന്റെ 2 സൈഡിലും നിങ്ങൾ നിന്നോളം തിരിയും പിടിച്ചോണ്ട്. അപ്പൊ ഈ കത്തിച്ച തിരിയായിട്ട് ഈ 2 പിള്ളേർ, നല്ല മിടുക്കന്മാരായ പിള്ളേര്, ഈ
ചേട്ടൻ 2 സൈഡിലും പോയി നിന്നു. അപ്പത്തേക്കും ചേട്ടന് ഇറിറ്റേഷനായി. കാരണം ഈ 2 പിള്ളേര് തിരിയായിട്ട് ചേട്ടന്റെ 2 സൈഡിൽ നിൽക്കുവാണ്. അപ്പത്തേക്കും എന്ത് ചെയ്തു ചേട്ടൻ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. അപ്പൊ ഈ റോട്ടിൽ കൂടെ പോകുമ്പോഴൊക്കെ ഈ പിള്ളേര് നല്ല അനുസരണയുള്ള പിള്ളേരായിരുന്നു. അപ്പൊ റോട്ടിൽ കൂടെ പോകുമ്പോഴും ഈ ചേട്ടന് 2 സൈഡിലും തിരി പിടിച്ചോണ്ട് ഈ മക്കള് പോയി. കുറച്ച് കഴിയുമ്പത്തേക്കും ഈ ചേട്ടന് ഭയങ്കര ദേഷ്യമായിട്ട് ചേട്ടൻ എന്ത് ചെയ്തു, ചേട്ടൻ തിരിച്ചു വന്നു. പള്ളിയിലേക്ക് വന്നിട്ട് ഈ പുണ്യാളന്റെ അടുത്ത് പുണ്യാളനോട് പറഞ്ഞു, അച്ഛൻ എന്താ ചെയ്യുന്നേ? അപ്പത്തേക്കും അച്ഛൻ ചോദിച്ചു, ചേട്ടൻ എന്താ ചെയ്യുന്നേ? ചേട്ടൻ ഈശോനെയാണ് സ്വീകരിച്ചത്. ഈശോനെ സ്വീകരിച്ചിട്ടാ ചേട്ടൻ പോയി വർത്താനം പറയുന്നത്. ഇത് ആരെയാ സ്വീകരിച്ചതെന്നും ഈശോ ചേട്ടന്റെ ഉള്ളിലുണ്ട് എന്ന് ചേട്ടനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ തിരിയായിട്ട് ഈ പിള്ളേരോട് പോകാൻ പറഞ്ഞത്, ചേട്ടന് മനസ്സിലാക്കാൻ. കാരണം ഈശോനെയും കൊണ്ടാണ് ചേട്ടൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ. പലപ്പോഴും നമ്മുടെയും 2 സൈഡിലും ഓരോ തിരിയായിട്ടൊക്കെ താരബാലന്മാർ ആരെങ്കിലുമൊക്കെ വരുമെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു. കാരണം പലപ്പോഴും നമ്മൾ മറന്നു പോവാ ഞാൻ ഈശോനെയും കൊണ്ടാ പോണേന്ന്. അപ്പൊ നമ്മൾ സത്യത്തിലുണ്ടല്ലോ ജീവിക്കുന്ന സക്രാരിയാണ്. അപ്പൊ പരിശുദ്ധ അമ്മ ജീവിക്കുന്ന സക്രാരിയാണ്. ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് ഓരോരുത്തർക്കും ഓരോ മംഗലവാർത്ത മാത്രമല്ല, നമ്മൾ ആ സമയത്ത് ജീവിക്കുന്ന സക്രാരിയാവുന്നു. ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് ഓരോ മംഗലവാർത്തയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ജീവിക്കുന്ന സക്രാരിയാവുന്നു. ഒന്ന് ഓർത്ത് നോക്കി, ഒരു സക്രാരി നടന്നുകൊണ്ട് പോകുന്നു. അതുപോലെ ശരിക്കും നമ്മളൊരു നടക്കുന്ന പള്ളി, ഈശോനെയും വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പള്ളിയാണ് ശരിക്കും. ഓക്കെ, അപ്പൊ നമ്മളെല്ലാം ജീവിക്കുന്ന സക്രാരി. അപ്പൊ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് നമ്മൾ എലിസബത്തിന്റെ അടുത്തേക്ക് പോകുന്ന 2ാമത്തെ ഭാഗം കാണാൻ പോവാണ്. ഓക്കെ, മാതാവ് ജീവിക്കുന്ന സക്രാരിയായി, ഞാനും ജീവിക്കുന്ന സക്രാരിയായി. അത് കഴിഞ്ഞപ്പം മാതാവ് എന്താ ചെയ്തത്? മാലാഖ എക്സ്പ്ലെയിൻ ചെയ്തപ്പം മാതാവിനോട് പറഞ്ഞിരുന്നു, എലിസബത്ത് 6 മാസം ഗർഭിണിയാണ്. അതാ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എന്താ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, കുറച്ചുകൂടി ഈശോയിലേക്ക് അടുക്കാനുള്ള സഹായങ്ങളും അതിനുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ ദൂതം പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ കുർബാനയിലും പ്രസംഗത്തിലും ഒക്കെ അതിനും അച്ഛനും കുറെ കാര്യങ്ങൾ പുരോഹിതന്മാർ ഷെയർ ചെയ്യുന്നു. പക്ഷെ മാതാവ് അത് അനുസരിച്ചു. അത് കേട്ടു. നമ്മൾ അതിന് ശേഷം വായിക്കുന്നത് ഇങ്ങനെയാണ്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണം തിടുക്കത്തിൽ യാത്ര പോകുന്നു. ആ ദിവസങ്ങളിൽ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു. ഓക്കെ, എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാനുണ്ട്. തുടരുന്നതിന് മുമ്പ്, ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം എന്താ? നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു കാനായിലെ കല്യാണ വിരുന്നാണ്. അപ്പൊ അതിലെ അവസാനം യോഹന്നാൻ എഴുതുന്നുണ്ട്, ഈ അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഈശോയുടെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ ഒന്നാമത്തെ ആയിരുന്നു കാനായിലെ കല്യാണം. ഈശോയുടെ മഹത്വം വെളിപ്പെടുത്താൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ ഒന്നാമത്തെയാണ്. അപ്പൊ അതാണ് മഹത്വം വെളിപ്പെടുത്താൻ. അപ്പൊ അതാണ് നമുക്കറിയാവുന്ന ആദ്യത്തെ അത്ഭുതം. നമ്മുടെ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് എന്ന് പറയുന്ന വിശുദ്ധൻ യഥാർത്ഥ മരിയഭക്തി എന്ന് പറയുന്ന ബുക്കിൽ, അത് ജോൺ പോൾ പാപ്പയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ജോൺ പോൾ പാപ്പയുടെ ജീവിതത്തെ മാറ്റിമറിച്ച പുസ്തകമാണത്, യഥാർത്ഥ മരിയഭക്തി. അതിൽ നിന്നാണ് ഇങ്ങനെ തോത്തുസ് തൂസ്, ആ മോട്ടോ, പിതാവിന്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാം നിന്റേത്, എല്ലാം അങ്ങയുടേത്, അത് ആ മോട്ടോയൊക്കെ പരിശുദ്ധ പിതാവ് ജോൺ പോൾ പാപ്പ എടുത്തതൊക്കെ. അപ്പൊ ആ ബുക്കില് ലൂയിസ് ഡി മോൺഫോർട്ട് വിശുദ്ധം പറയുന്നത് എന്താണെന്നറിയോ? ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് ഈ എലിസബത്തിന്റെ വീട്ടിൽ പ്രവർത്തിച്ചതാണെന്നാ പറയുന്നത്. എലിസബത്തിന്റെ വീട്ടിൽ പ്രവർത്തിച്ചതാണ് ആദ്യത്തെ അത്ഭുതം. ഓക്കെ, നമ്മൾ അതിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പൊ എലിസബത്തിന്റെ വീട്ടിലേക്ക് മറിയം ചെന്നു കഴിയുമ്പം ഓക്കെ, വാതിലിൽ പോയി മുട്ടിയിട്ടുണ്ടാവും. അപ്പൊ വാതിൽ തുറന്നിട്ടുണ്ടാവും. അപ്പൊ ആദ്യമായിട്ട് ചോദിക്കുന്നത് അഭിവാദനം ചെയ്തെന്നാ പറയുന്നത്. ആദ്യമേ തന്നെ സുവിശേഷം പറഞ്ഞു അഭിവാദനം ചെയ്യുമ്പോൾ എന്താ, നമ്മൾ മലയാളികൾക്ക് എങ്ങനെയാ അഭിവാദനം ചെയ്യുന്നത്? സുഖാണോ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പത്തേക്ക് എന്താ സംഭവിച്ചത്? ശിശു എലിസബത്തിന്റെ ഉദരത്തിൽ കുതിച്ചുചാടി, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ അത് മാതാവിന്റെ ഗുണം കാരണമാണ്. ആരാ ഈ കാര്യം ചെയ്തത്? മാതാവാണോ ചെയ്തത്? ഈശോയാണോ ചെയ്തത്? ഈശോയാണ് ചെയ്തത്. ഈശോയാണ് ശിശുവിനെ കുതിച്ചടിച്ച് പരിശുദ്ധാത്മാവിലാ നിറച്ചത്. പക്ഷെ അതെങ്ങനെയാ? മാതാവിന്റെ ആ സാന്നിധ്യം ഈശോയുടെ സാന്നിധ്യമായി. മാതാവിന്റെ ആ വാക്ക് സുഖാണോ എന്ന് ചോദിച്ചത്, അത് ഈശോയുടെ വാക്കാക്കി. അപ്പൊ എന്ത് പറ്റി? അന്ന് അവിടെ അത്ഭുതം നടന്നു. ഈശോ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. അപ്പൊ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഈശോ കാനായിലെ കല്യാണ വിരുന്നില് അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ഈശോയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 30 വയസ്സുണ്ടായിരുന്നു. ഈശോ ഇവിടെ അത്ഭുതം പ്രവർത്തിച്ചപ്പം എത്ര വയസ്സുണ്ടായിരുന്നു?
ഈശോ പുറത്ത് പോലും വന്നിട്ടില്ല. മംഗലവാർത്ത കഴിഞ്ഞു. മംഗലവാർത്ത അപ്പൊ ആ ദിവസം മംഗലവാർത്തയുടെ ദിവസം ഈശോ ഉള്ളിൽ വന്നു. അത് കഴിഞ്ഞിട്ട് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ആ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ 1, 2 ദിവസത്തിനുള്ളിൽ പോയിട്ടുണ്ടാവും. മാതാവ് നസ്രത്തീന്ന് യൂദയ വരെ 1, 2 ദിവസമൊക്കെ ചിലപ്പോൾ എടുക്കുമായിരിക്കും. അവിടെ ചെന്ന് അപ്പൊ 2, 3 ദിവസത്തിനുള്ളിൽ അവിടെ എത്തി. അപ്പൊ അന്ന് ഈശോ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നു. ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്ന അനുസരിച്ച് അപ്പൊ ഈശോയ്ക്ക് എത്ര വയസ്സുണ്ടായി? പുറത്തു പോലും വരാത്ത ഈശോ മാതാവിന്റെ ഉദരത്തിൽ ഉരുവായതിനു ശേഷം 1, 2 ദിവസം അല്ലെങ്കിൽ 2, 3 ദിവസം. അപ്പൊ എന്താ, ഈശോ ഭൂമിയിൽ വന്നതിന്റെ 2ാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസം തൊട്ടാവും പണി തുടങ്ങി. 30 വർഷം വെയിറ്റ് ചെയ്തില്ല. അവൻ പുറത്തു വരുന്നതിനേക്കാൾ മുമ്പ് ഈശോ പണി തുടങ്ങി. അതാണ് നമ്മുടെ ഈശോ. അതുകൊണ്ട് ലൂയിസ് മോൺഫോർട്ട് വിശുദ്ധൻ പറയുന്നത് ഇതാണ് ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം. ഗ്രേസിലുള്ള 2 അത്ഭുതം ഉണ്ടെന്നാണ് പറയുന്നത്. കൃപയിലുള്ള അത്ഭുതങ്ങളും നേച്ചറിലുള്ള അത്ഭുതം. നേച്ചറിലുള്ള അത്ഭുതമാണ് കാനായിലെ കല. ഇത് കൃപയിൽ ദൈവം പ്രവർത്തിച്ച ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം. ഓക്കെ, അപ്പൊ എന്താ, മാതാവ് വലിയ കാര്യമൊന്നും ചെയ്തില്ല. കുഞ്ഞി കാര്യം ചെയ്ത് എന്താ ചെയ്തത്? സുഖമാണോ എന്ന് ചോദിച്ചോളൂ. വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതാ, നമ്മളും വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ കുഞ്ഞി കാര്യം ചെയ്യണം. പക്ഷെ എപ്പോഴാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞത്? മാതാവ് ഈശോനെയും കൊണ്ട് പോയപ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്. ഈശോനെയും കൊണ്ട് പോയപ്പോഴാണ്. അപ്പം ഈശോനെയും കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ പുരോഹിതൻ പറയാ, സമാധാനത്തോടെ പോയിക്കോളും. നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞാൽ പോകാനാ പറയുന്നത്. പോയി നിങ്ങൾക്ക് കിട്ടിയ സ്നേഹം, നിങ്ങൾക്ക് കിട്ടിയ സമാധാനം ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പങ്കുവെക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കുർബാന അവസാനിക്കുന്നത്. മാതാവ് അതനുസരിച്ചു. ഞാൻ അത് അനുസരിക്കുന്നുണ്ടോ? ഈ മിഷൻ ആസ്പെക്ട് പലപ്പോഴും ഞാൻ മറക്കുകയാണ് ചെയ്യുന്നത്. കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ എനിക്കായിട്ട് സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല, പലപ്പോഴും അനുസരിക്കുന്നില്ല. പക്ഷേ അതനുസരിക്കുമ്പോഴാണ് ഈശോ കൃപകൾ നൽകുന്നത്. ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹമാവുന്നു. മാതാവിനെ പോലെയാവും. മാതാവ് വലിയ കാര്യം ചെയ്തില്ല. നമ്മളും വലിയ കാര്യം ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നില്ല. വലിയ കാര്യമില്ല. പക്ഷെ ഈശോ ഉണ്ടെന്ന് അറിയണം. ആ അറിവോടെ പോകുമ്പോൾ ഞാൻ ജീവിക്കുന്ന സക്രാരിയാവും. അപ്പൊ എന്ത് പറ്റും? ഈശോയുടെ സാന്നിധ്യം എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഞാൻ പറഞ്ഞു, അതുവരെ എനിക്ക് പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്താ, നമുക്കറിയാം ഈ സക്കേബൂസിന്റെ കാര്യം അറിയല്ലോ. സക്കേബൂസ് എന്താ, ഭയങ്കരം എല്ലാരും വെറുക്കപ്പെട്ട ഒരു ശാപമായിട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഈശോ വീട്ടിലേക്ക് വന്ന് ഈശോ സക്കേബൂസിന്റെ കൂടെ ഇരുന്നപ്പം അതുവരെ സക്കേബൂസിന് ചെയ്യാൻ പറ്റാത്തത് ആ ദിവസം പറ്റി. എങ്ങനെയാ പറ്റി? ഈശോ ചോദിച്ചു പോലുമില്ല. ചോദിക്കാണ്ട് തന്നെ അവന് അതുവരെ പറ്റാത്തത് പറ്റി. എന്തുകൊണ്ടാ? ഈശോയുടെ സാന്നിധ്യം അതുവരെ പറ്റാത്ത പല കാര്യങ്ങളും സക്കേയൂസിനെ കൊണ്ട് സാധിക്കാനുള്ള കൃപ നൽകി. അപ്പൊ എന്ത് പറ്റി? അന്ന് വരെ ശാപമായിരുന്ന സക്കേയൂസ് പിറ്റേ ദിവസം തൊട്ട് അനുഗ്രഹമാവാൻ തുടങ്ങി. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയോ? നിങ്ങളുടെ ഇപ്പൊ സക്കേയൂസ് നിങ്ങളുടെ ആരുടെയും കയ്യിൽ നിന്ന് ഒരു 1,00,000 രൂപ പറ്റിച്ചെടുത്തിട്ടെന്ന് വിചാരിക്കുക. 1,00,000 രൂപ പറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഈശോ വന്നതിന് മുമ്പ് നിങ്ങൾ റോട്ടിൽ വെച്ച് സക്കേയൂസിനെ കാണുമെന്ന് വിചാരിക്കുക. സക്കേയൂസിനെ കാണുമ്പോൾ മിണ്ടുവോ? ഇല്ലല്ലോ. നിങ്ങൾ പറയും, അവൻ കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ ഈ സ്ഥിതിയിലായാൽ ഇത്രയും പറ്റിച്ചെടുത്തെന്നൊക്കെ പറയും. അവനോട് മിണ്ടില്ല, വേറെ സ്ഥലത്തേക്കൊക്കെ പോകും. ഓക്കെ, ഇനി 2ാമത്തെ സീൻ, ഈ ഈശോനെ കണ്ടു. അപ്പൊ ഈശോയോട് സക്കേയൂസ് പറഞ്ഞു, കർത്താവെ ഞാൻ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം സക്കേയൂസ് വന്ന് എല്ലാവർക്കും കൊടുക്കുക. വാക്ക് പാലിക്കൂല സക്കേയൂസ്. നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 1,00,000 പറ്റിച്ചെങ്കിൽ 4,00,000 കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിൽ എന്തായിരിക്കും തോന്നുന്നു? ഈ സക്കേയൂസ് 1,00,000ന് പകരം ഒരു 10,00,000 ഒക്കെ ആദ്യമേ തന്നെ അടിച്ചു മാറ്റാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ, ഇപ്പൊ ഒരു 40,00,000 കിട്ടിയേനെ അല്ലെ? അപ്പൊ എന്ത് പറ്റും? പിറ്റേ ദിവസം തൊട്ട് പിന്നെ സക്കേയൂസിനെ കാണുമ്പോ എന്താ നിങ്ങൾക്ക് തോന്നുന്നേ? നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് സന്തോഷമായിരിക്കും, വിഷമായിരിക്കും? 1,00,000 എടുത്തത് ഇപ്പൊ 4,00,000 കൂടി തരുന്നത്. അപ്പൊ എന്താ, നമുക്ക് സന്തോഷം. നമ്മൾ അവന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ എന്താ വ്യത്യാസം സംഭവിച്ചേ നോക്കി. അതുവരെ അവനെ കാണുമ്പം ഞാൻ തിരിഞ്ഞു പോവായിരുന്നു. പക്ഷെ അതിനുശേഷം ഈശോയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തതിനു ശേഷം എന്താ സംഭവിക്കുന്നത്? അവനെ കാണുമ്പോഴൊക്കെ ഞാൻ അവന്റെ അടുത്തേക്ക് ചെല്ലും. അവനെ കാണുമ്പോൾ അവനോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. എന്താ, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് പറഞ്ഞാൽ അതുവരെ എനിക്ക് പറ്റാത്ത പലതും ഈശോയുടെ സാന്നിധ്യം വന്നപ്പോൾ എനിക്ക് പറ്റി. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എൻ്റെ ഈശോ എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ, ഞാൻ ആ ഈശോനെയും കൊണ്ട് പോണേന്ന് മനസ്സിലാകുമ്പോൾ എനിക്ക് അതുവരെ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും.
അതല്ലേ കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ പറഞ്ഞ പോലെ നമ്മളൊരു കാന്തത്തിൽ ഒരു ആണി വെക്കുമെങ്കിൽ ഇത് ആണിയാണ്, ആണിക്ക് ഒരു പവറും ഇല്ല. പക്ഷെ ഒരു കാന്തത്തിൽ ഒരു ആണി കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്ത് ആ ആണി എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആണിക്ക് ആ കാന്തത്തിന്റെ ശക്തി ഉണ്ടാവും. ബാക്കിയുള്ള കൂട്ടുകാരുടെ അടുത്ത് ആണികളുടെ കൂടെ ഇരുന്ന് അത് ഒട്ടിപ്പിടിക്കും. ഇത് ആണിയുടെ സ്വഭാവം അല്ല, കാന്തത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ എങ്ങനെ സംഭവിച്ചത്? ആ കാന്തത്തിന്റെ അടുത്ത് ആണി ഇരുന്നപ്പം കാന്തം ആണിയെ കാന്തം പോലെയാക്കി. അതുവരെ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാൻ പറ്റി. എപ്പോഴാ? അവനെ പോലെയായി, അവനെ പോലെയായി. അപ്പൊ എന്താ, ബാക്കിയുള്ളവരെ ക്ഷമിക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ കുറച്ചുകൂടെ ഒന്ന് സ്നേഹിക്കാൻ, ഒന്ന് വിട്ടുകൊടുക്കാൻ ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ എപ്പോഴാ? അവന്റെ കൂടെ ഇരിക്കുമ്പം അവൻ നമ്മെ അവനെ പോലെ ആക്കുകയോ ചെയ്യുന്നത്. അവനാ ചെയ്യുന്നത്. അതാ നമ്മൾ വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചു കഴിയുമ്പോഴുണ്ടല്ലോ അതൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ആ അറിവോടുകൂടി തിരിച്ചു വരണം. ആ അറിവോടുകൂടി വീട്ടിലേക്ക് വരണം. മാതാവ് എലിസബത്തിന്റെ വീട്ടിലേക്കാണ് ആദ്യത്തെ കുർബാന കഴിഞ്ഞിട്ട് പോയത്. നമ്മൾ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോകും. നമ്മൾ പോവാണ്. ദൈവം ഒരു മിഷൻ ആയി തന്നോണ്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ആ മിഷനെ കുറിച്ച് മറന്നു. എന്തിനാ അവിടെ പോയി മാതാവിനെ പോലെ ഒരു അനുഗ്രഹമാവാൻ? ആ വീട്ടിൽ വലിയ വലിയ കാര്യം ചെയ്യണമെന്നില്ല, പക്ഷെ ഞാൻ ഈശോനെയും കൊണ്ടാണ് പോണേന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ബാക്കി ഈശോ പ്രവർത്തിക്കും. അതല്ലേ? നമുക്കറിയാം, അച്ഛൻ ആദ്യത്തെ ഒരു ഷെയറിംഗിൽ പറഞ്ഞ ഒരു എക്സാമ്പിളാണ്. നമ്മുടെ കയ്യിൽ ഒരു AK-47 ഉണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഒരു ശത്രു വന്നു കഴിഞ്ഞാൽ, ഒരു ശത്രു നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ഒരു കിച്ചൺ നൈഫ് കൊണ്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ പേടിക്കില്ല. കാരണം എൻ്റെ കയ്യിൽ AK-47. പക്ഷെ എൻ്റെ കയ്യിൽ AK-47 നമുക്ക് അറിയില്ലെന്ന് വിചാരിക്കുക. ഈ ശത്രു എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പം ഞാൻ പേടിക്കും. കാരണം എന്താ? എനിക്കറിയില്ല ഇതെന്താണ്, ഇതിന്റെ ശക്തി എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഓടും. എന്നെ ഓടിപ്പിക്കും, വേണേൽ എന്നെ കുത്താം, മുറിവേൽപ്പിക്കാം. എന്തുകൊണ്ടാ ഓടുന്നത്? ഈ AK-47 കൊണ്ടാണ് ഓടുന്നത്. പക്ഷെ അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. പക്ഷെ ഞാൻ ഓടുമ്പം ഇതെന്താന്ന് നമ്മൾ മനസ്സിലാക്കുമ്പം എന്താ സംഭവിക്കുക? നമ്മൾ ഓടില്ല, തിരിഞ്ഞു നിൽക്കും. അപ്പൊ എന്താ? ഇതുവരെ എന്നെ ഓടിച്ചവൻ അവൻ ഓടാൻ തുടങ്ങും. നമുക്ക് പുതിയതായിട്ടൊന്നും കിട്ടിയില്ല. നേരത്തെ ഓടിക്കൊണ്ടിരുന്നപ്പം ഉള്ളത് മാത്രമേ ഇപ്പോഴും ഉള്ളൂ. ഒരു വ്യത്യാസം, നമുക്ക് ആ സുബോധം ഉണ്ടായി, ആ അറിവുണ്ടായി. അപ്പോൾ അവൻ ഓടാൻ തുടങ്ങും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം എന്താണെന്നറിയോ? വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം ഇല്ലാണ്ടാക്കുക. നമ്മൾ ഈശോനെയും കൊണ്ടാണ് നടക്കുന്നത്, ഈശോനെയും കൊണ്ടാണ് പോകുന്നത്, നമ്മൾ വലിയ അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളത് മനസ്സിലാക്കിപ്പിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും പിശാചിനെ പേടിക്കുന്നത്, പക്ഷെ പിശാചാണ് നമ്മളെ പേടിക്കുന്നത് ആക്ച്വലി. ഈ അറിവുണ്ടാവുമ്പോൾ പിശാച് നമ്മളെ പേടിക്കും. ഈ റോമിലത്തെ ഇവിടുത്തെ ഈ എക്സോസിസ്റ്റ്, പണ്ടത്തെ എക്സോസിസ്റ്റ് ഗബ്രിയേൽ അമോർത്ത് എന്ന് പറഞ്ഞ ഭൂതോച്ചാടകൻ, അച്ഛൻ പറയുന്ന, അച്ഛൻ്റെ ഒരു ബുക്കാണ് ദ ഡെവിൾ ഫിയേഴ്സ് മീ. സാത്താൻ എന്നെ ഭയപ്പെടുന്നു. ഇത് തന്നെയാ, സാത്താൻ നമ്മളെ ഓരോരുത്തരെയും ഭയപ്പെടുന്നു. എപ്പോഴാ? ഞാനേ എൻ്റെ ഈശോനെയും കൊണ്ടാ പോണത്, എന്ന്. ഇതാണ് നമ്മുടെ AK-47 ആരും എന്നെ തൊടില്ലല്ലോ. ഇതുപോലെ ഈശോനെയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ എന്താ? ഈ ശത്രു, ഈ പിശാച്, അല്ലെങ്കിൽ ബാക്കിയുള്ള പിശാചിന്റെ എന്ത് പ്രവൃത്തിയാണ് അതിന് ഈ ദൈവത്തിന് മുമ്പിൽ ഒന്നുമല്ല, അതിനൊരു ശക്തിയില്ല. അത് ഞാൻ മനസ്സിലാക്കുമ്പോ, ആ അവയർനെസ്സിൽ വരുമ്പം എന്നെ തൊടാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സാന്നിധ്യത്തിലാണ് നമ്മൾ എന്ത് വലിയ കൃപയാണെന്നറിയോ? അപ്പൊ അച്ഛൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം, ഒരു സംഭവം പറയാം. അച്ഛൻ പണ്ട് സെമിനാരിയിലൊക്കെ പോകുന്നതിന് മുമ്പ് ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്ത് ഞങ്ങൾക്ക് 2 ആഴ്ച ഡിസംബർ, ജനുവരി ടൈമിൽ 2 ആഴ്ച അവധിയുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ തന്നു, വലിയൊരു ഹോംവർക്ക് ചെയ്യാൻ തന്നു. അപ്പോൾ 2 ആഴ്ചയുണ്ട്. അത് അച്ഛൻ്റെ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ ആയിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അത് പാസ്സായില്ലെങ്കിൽ എൻ്റെ 1 വർഷം പോകും. അപ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്തില്ലെങ്കിൽ 1 വർഷം പോകും. അപ്പോൾ കുറേ പൈസയാവും പിന്നെ 1 വർഷത്തേക്ക് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നിടത്തോളം നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാനൊക്കെ നോക്കുക. അപ്പോൾ ഒരാഴ്ച നോക്കിയിട്ടും ഒരു വ്യത്യാസം ഉണ്ടാവുന്നില്ല. ഒന്നും മുന്നോട്ട്. ഇത് കമ്പ്യൂട്ടറിലാണ്, നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ എവിടത്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, അതിൻ്റെ അകത്ത് കയറി ഡാറ്റ എടുക്കുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോക്കിയിട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ടെൻഷനായി. ഒരാഴ്ചയായി ഒന്നും നടക്കുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. എനിക്ക് ടെൻഷനായി. അച്ഛൻ്റെ എനിക്കൊരു പെങ്ങളുണ്ട്, ഏറ്റവും മൂത്തത് പെങ്ങൾ, ഒരു പെങ്ങളുള്ളൂ. ചേച്ചി സിസ്റ്ററാണ്, SD കോൺഗ്രിഗേഷനിലാണ്. അപ്പോൾ ചേച്ചീനെ വിളിച്ചു. കാരണം ചേച്ചി സിസ്റ്ററാണല്ലോ, അപ്പോൾ ഈശോയിലേക്കൊക്കെ കുറേ അടുത്തിരിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ ചേച്ചീനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്കാണെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ അത് എന്തോരം ചെയ്തിട്ട് ശരിയാവുന്നില്ല, ഒന്നും മുന്നോട്ട് പോകുന്നില്ല. ചേച്ചി ഈശോയോട് പറയാമോ? അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താ പറയുക? എന്നോട് പറഞ്ഞു, ജോൺസൺ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ചേച്ചി പറഞ്ഞു, നിനക്കൊരു കാര്യം ചെയ്യാവോ? ഞാൻ പറഞ്ഞു, ചെയ്യാം. അപ്പൊ ചേച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാൻ, നിനക്ക് ഒരു കസേര കിട്ടുമോ എക്സ്ട്രാ? ഞാൻ പറഞ്ഞു, ആ ഉണ്ട്, എനിക്ക് കിട്ടും. അപ്പൊ ചേച്ചി പറഞ്ഞു, നീ ഇരുന്ന് ചെയ്യണേ, എന്റെ തൊട്ടടുത്ത് ഒരു കസേര കൊണ്ട് എടുത്ത് വെക്കുക. ഒരു കസേര ഇടുക. അത് കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഈശോയെ നീ ഇവിടെ വന്നിരിക്കേ,
നീ ഇവിടെ വന്നിരിക്കും, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ചിരിക്കാം ഈശോ. ഞാൻ തന്നെ ചെയ്താൽ നടക്കില്ല, പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചെയ്താൽ ഇത് ഉറപ്പായിട്ട് നടക്കും. നീ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അപ്പം ജർമ്മനിയിൽ വെച്ച് അപ്പോൾ ഫോൺ കട്ട് ചെയ്തു. ചേച്ചി നാട്ടിലായിരുന്നു. അപ്പം ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ഞാനിങ്ങനെ ഓർത്തു, ഇത് ഭയങ്കര ചൈൽഡിഷ് അല്ലേ? ഈ കുഞ്ഞു പിള്ളേരൊക്കെയല്ലേ ഇങ്ങനെ കസേരയൊക്കെ ഇട്ട് ഈശോയോട് വന്നിരിക്കാനൊക്കെ പറയുന്നത്. കുഞ്ഞു പിള്ളേരൊക്കെയല്ലേ? എനിക്കിപ്പോൾ 10, 25 വയസ്സൊക്കെ ആയി. ഇതെന്ത്? അപ്പം അങ്ങനെ ഒരു ഞാൻ അങ്ങനെ നമ്മൾ ഇങ്ങനെ റീസൺ കൊണ്ട് നോക്കുമായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, ഈശോയ്ക്ക് ഇഷ്ടം ഈ കുട്ടികളുടെ ഹൃദയമല്ലേ? നിഷ്കളങ്ക ഹൃദയം. എന്തുകൊണ്ടാ അങ്ങനെ ഇടുന്നതിന് കാരണം വിശ്വാസമോ? എൻ്റെ ഈശോ എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് പറ്റും. എൻ്റെ ഈശോ എൻ്റെ അടുത്ത് വന്നാൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാനായിട്ട് ഒരു കസേര എടുത്തിട്ട് എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ നിനക്കറിയാലോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ നോക്കി, പക്ഷെ ഒന്നും നടക്കുന്നില്ല ഈശോ. പക്ഷെ ചേച്ചി പറഞ്ഞു ഒരു കസേര എടുത്തിട്ടിട്ട് നിന്നെ വിളിക്കണം, ഇവിടെ ഇരുത്തണം, എന്നിട്ട് നീ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഈശോ ഞാൻ പ്രാർത്ഥിക്കുക, ഈശോ നീ വാ ഈശോ, ഇവിടെ വന്നിരിക്കുക, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ച് ചെയ്യാം ഈശോ. എനിക്കറിയാം നീ എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് പറ്റും, അതെനിക്ക് ഉറപ്പായി ഈശോ, അതുകൊണ്ട് വാ ഈശോ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒന്നും നടന്നില്ല. അന്ന് ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. അതെനിക്ക് അന്ന് വൈകുന്നേരമായിരുന്നു കുർബാന. വൈകുന്നേരം അവിടെ കുർബാനയ്ക്ക് പോയി. പക്ഷെ കുർബാനയുടെ സമയത്ത് ഈശോ സംസാരിക്കുന്നത് പോലെ തോന്നി, ഒരു ഇൻസ്പിറേഷൻ തോന്നി. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നീ ചെയ്യണേന് നല്ലൊരു ശതമാനം തീരുന്ന ഒരു ഇൻസ്പിറേഷൻ കിട്ടി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിത്യസഹായ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അവിടെ പള്ളിയിൽ പോണേന് അവിടെ പ്രാർത്ഥിക്കുമ്പോഴും അപ്പോഴും സെയിം ഇൻസ്പിറേഷൻ കിട്ടി. നീ ചെയ്യുന്നതിൻ്റെ ഒരു ഏകദേശം മൊത്തം തന്നെ തീരുന്നു. അപ്പം ഞാൻ തിരിച്ചു വന്ന് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു ചെയ്യേണ്ടത്, രണ്ടുപേരും ഒന്നിച്ച്. അപ്പോൾ ചെയ്യാൻ തുടങ്ങി. അപ്പം എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ഇപ്പോൾ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞു, ഇന്ന് രാത്രി നമ്മളിത് മിക്കവാറും ഇത് മൊത്തം തീർക്കും. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്കെന്താ അങ്ങനെ പറയാൻ പറ്റുകയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ തോന്നുന്നു, അവരോട് എങ്ങനെയാ പറയുന്നത്, ഇത് ഈശോ തന്ന ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ. അപ്പൊ ഞാൻ ഒന്നും പറയില്ല, എനിക്കങ്ങനെ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം 8 മണിയാക്കിയപ്പോൾ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ റൂമിൽ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങുക. അപ്പൊ ചെയ്യാൻ തുടങ്ങി. കുറച്ച് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു മൈന്യൂട്ട് പ്രോഗ്രസ് ഉണ്ടായി, ഒരു ഇത്തിരി പ്രോഗ്രസ്. അപ്പോൾ സന്തോഷമായി, കാരണം ഒരാഴ്ചയായിട്ട് ഒരു പ്രോഗ്രസ്സും ഇല്ലായിട്ട് അന്ന് ഒരു പ്രോഗ്രസ് ഉണ്ടായി. അപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ ആ ഒരു മൈന്യൂട്ട് പ്രോഗ്രസ്, പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെയും പ്രോഗ്രസ് ഉണ്ടായി, അങ്ങനെ കുറച്ചുകൂടെയും അങ്ങനെ പ്രോഗ്രസ് ആയി രാവിലെ 5 മണിയായപ്പോഴത്തേക്കും അച്ഛൻ ചെയ്യേണ്ടത് മൊത്തം ആ രാത്രി കൊണ്ട് തീർന്നു. 8 മണി തൊട്ട് രാവിലെ 5 മണി രാത്രി മൊത്തം ഇരുന്നു. 5 മണിയായപ്പോഴത്തേക്കും മൊത്തം തീർന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അലാം ഒന്നും വെച്ചില്ല. ഞാൻ എപ്പോൾ എണീക്കുന്നു അപ്പം എണീക്കാന്ന് ഓർത്ത് കിടന്നുറങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആയപ്പോൾ എണീറ്റ് ഞാൻ ഓർത്ത് എന്തായിരുന്നു വ്യത്യാസം ആ ഒരാഴ്ചയും ഈ ഒരു ദിവസവും. എനിക്ക് പുതിയതായിട്ട് ഒന്നും കിട്ടിയില്ല. ഒന്ന് കിട്ടി, എന്താ? ആ ഒരു ബോധ്യം, ഈശോനെ കൂടെ ഇരുത്തിയിട്ട് അവനെയും വിളിച്ച് കൂടെ ഇരുത്തി ഒന്നിച്ച് ചെയ്താ എല്ലാം നടക്കും. അതാ അവന്റെ സാന്നിധ്യം. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അതുവരെ സക്കേവൂസ് അതുവരെ ചെയ്യാൻ പറ്റാത്തത് ഈശോയുടെ സാന്നിധ്യത്തിൽ ചെയ്യാൻ പറ്റി. ആണിക്ക് ചെയ്യാൻ പറ്റാത്തത് അവന്റെ സാന്നിധ്യത്തിൽ ഇരുന്നപ്പോ ചെയ്യാൻ പറ്റി. അച്ഛന് അതുവരെ ചെയ്യാൻ പറ്റാത്തത് ഈശോനെ കൂടെ ഇരുത്തി ചെയ്തപ്പോ ചെയ്യാൻ പറ്റി. ഇതാണ് നമ്മുടെ ഈശോ. ഞാൻ പറയട്ടെ, നമ്മൾ കസേര ഇടണമെന്നൊന്നുമില്ല. ഞാൻ പറയട്ടെ, സത്യം പറയട്ടെ, ഇപ്പൊ അച്ഛൻ ഇവിടെ റൂമിലാണല്ലോ, ഇവിടെയും ഒരു കസേര ഇട്ടിട്ടുണ്ട്. അപ്പം അന്ന് തൊട്ട് ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അച്ഛൻ ഇങ്ങനെ അപ്പൊ ഈ കസേര കാണുമ്പോൾ ഈശോനെ ഓർക്കും. അത് ഓർക്കാൻ ഒരു ഇതാണല്ലോ, ഈശോനെ ഓർക്കാൻ. ആ കസേര കാണുമ്പോൾ അത് ഈശോയ്ക്കുള്ളതാ. അപ്പൊ അങ്ങനെ അപ്പൊ അച്ഛൻ പറഞ്ഞ ഇതാണ്, ഈശോയുടെ സാന്നിധ്യം അറിയുമ്പോ, ആ ഒരു അവയർനെസ്സിൽ വരുമ്പം എന്ത് പറ്റും? ഈശോ നമ്മെ അനുഗ്രഹമാക്കി മാറ്റും. പരിശുദ്ധ അമ്മേനെ ഇപ്പം നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല, പക്ഷെ ഞാൻ ആ അവയർനെസ്സിൽ പോകണം. പിന്നെ ഈ ഒരു പൈശാചിക ശക്തികൾക്കൊന്നും നമ്മളെ തൊടാൻ പറ്റില്ല. കാരണം എന്താ? ഞാൻ എൻ്റെ ഈശോനെ വഹിച്ചുകൊണ്ടാ പോകുന്നത്. അവൻ തൊടാൻ പറ്റില്ല, അല്ലെ? നമ്മൾ ഓടുമായിരുന്നു, പക്ഷെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ തിരിഞ്ഞു വന്നപ്പോ എന്നെ ഓടിച്ചവൻ ഓടാൻ തുടങ്ങുന്നത്. അതാ, നമ്മൾ ഈശോനെ കൊണ്ടാ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴോ ഒന്നും നമ്മൾ തൊടില്ല. അത് മാത്രമല്ല, നമ്മൾ പരിശുദ്ധ അമ്മേനെ പോലെ അനുഗ്രഹം. അത് പറഞ്ഞ് നിർത്തുവാണ് അച്ഛൻ. എങ്ങനെയാ നമ്മൾ അനുഗ്രഹമാവുന്നത്? നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുക. അപ്പൊ ഓരോ കുർബാനയും ഓരോ മംഗലവാർത്തയാണ് നമുക്ക്. ഓരോ കുർബാന സ്വീകരണത്തിൽ കഴിയുമ്പോഴും എൻ്റെ ഉള്ളിൽ, മാതാവിൻ്റെ ഉള്ളിൽ വന്ന അതേ ഈശോ വരുന്നു. മാതാവ് എലിസബത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ഞാൻ കുർബാന കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ജോലി സ്ഥലങ്ങളിലേക്ക്, ഞാൻ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകുന്നു. തന്നെയല്ല പോകുന്നത്, ഈശോനെയും കൊണ്ടാ പോണേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ഈശോയോട് പറയാം. ചിലപ്പം എൻ്റെ വീട്ടിൽ ചിലവർ രോഗികളായിട്ട് കിടക്കുമായിരിക്കും. നമുക്ക് പറയാം,
കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാം അച്ഛൻ ഈ ടോപ്പിക് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈശോ തന്നൊരു ഇൻസ്പിറേഷൻ. അതുപോലെ ഈ കാലഘട്ടത്തിൽ ഒരു വിശുദ്ധയ്ക്ക് ഈശോ കൊടുക്കുന്ന ഒരു 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 ദൗത്യമാണ് ഈ കാലഘട്ടത്തിൽ. എന്താണെന്ന് വെച്ചാൽ ഈശോ നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാനയായത്. ഈശോ വന്നത് എമ്മാനുവേലായത്, വിശുദ്ധ കുർബാനയായത് നമ്മുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈശോ ഈ വിശുദ്ധയോട് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ ഞാൻ വിശുദ്ധ കുർബാനയായി അവരുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി. പക്ഷേ ഇപ്പം പള്ളിയിൽ ഒത്തിരി വളരെ കുറച്ച് ആൾക്കാരെ വരുന്നുള്ളൂ. ഞാൻ സക്രാരിയിൽ തനിച്ചാണ്, ആരും എന്നെ കാണാൻ വരുന്നില്ല, എനിക്ക് കൂട്ടിനായിട്ട് ആരും വരുന്നില്ല. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകളെ തേടി പോവാ. ഞാൻ അപ്പൊ സക്രാരിയിൽ നിന്ന് മടുത്തു. അതുകൊണ്ട് നിങ്ങൾ എന്നെയും കൊണ്ട് എൻ്റെ മക്കളുടെ അടുത്തേക്ക് പോവാ. നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ സ്നേഹിക്കാത്തവര്, എന്നിൽ വിശ്വാസം ഇല്ലാത്തവരുടെ അടുത്തേക്ക് നിങ്ങൾ എന്നെയും കൊണ്ട് പോകണം. എങ്ങനെയാ? വിശുദ്ധ കുർബാന സ്വീകരിച്ച് ആ അവയർനെസ്സോട് കൂടി നിങ്ങൾ പോയാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. അപ്പൊ എന്ത് പറ്റും? ഈശോ പറയുന്നത് നിങ്ങളുടെ ശബ്ദം എനിക്ക് താ, നിങ്ങളുടെ ആ ചിരി എനിക്ക് താ, നിങ്ങളുടെ സ്പർശനം എനിക്ക് താ, നിങ്ങളുടെ ആലിംഗനം എനിക്ക് താ. അത് ഞാൻ എൻ്റെ ആക്കുന്ന പറഞ്ഞത്. മാതാവ് എങ്ങനെയാ? ആദ്യത്തെ അത്ഭുതം എങ്ങനെയാണ്? മാതാവിന്റെ വാക്ക് ഈശോയുടെ വാക്കാക്കി. ഈ ജെറമ്യ 15:19 അങ്ങനെയല്ലേ പറയുന്നത്? നീ അശുദ്ധമായവ സംസാരിക്കാണ്ടിരുന്ന നിന്റെ വാക്ക് നിന്റെ നാവ് ഞാൻ എൻ്റെ നാവ് പോലെയാക്കും. അപ്പോൾ എന്താ? ഞാൻ കുർബാന സ്വീകരിച്ചതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോവാ. ഒരാൾ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു വിഷമിക്കുന്ന ഒരാളെ കണ്ടു, ഞാൻ പറയാ കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ ശരിയാവും. അപ്പൊ അത് ശരിയാവും. കാരണം എന്താ? എൻ്റെ ഈശോ എൻ്റെ വാക്ക്, സ്നേഹത്തിന്റെ ഈ വാക്ക് അവന്റെ വാക്കാക്കും. അപ്പൊ അത് സംഭവിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മക്കളൊന്നും ചിലപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ പള്ളിയിൽ വരാൻ താല്പര്യമില്ലാത്തവരായിരിക്കാം. അപ്പൊ കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് ഈശോയോട് പറയാം, എൻ്റെ ഈശോയെ, നീ എനിക്ക് തന്ന എൻ്റെ മോൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, അവർക്കാണെങ്കിൽ കുർബാനയിൽ നിന്നിൽ വിശ്വാസമില്ല ഈശോ, നിന്റെ അടുത്ത് വരാൻ താല്പര്യമില്ല ഈശോ. ചിലപ്പോൾ കുറെ ബന്ധനങ്ങള്, കുറെ അഡിക്ഷൻസിലൊക്കെ ആയിരിക്കാം. പക്ഷെ ഈശോ, അത് നിന്റെ മോനല്ലേ, അവൻ നിന്റെ അടുത്ത് വരാത്തത് കൊണ്ട് ഈശോ, ഞാൻ നിന്നെ കൊണ്ട് അവരുടെ അടുത്തേക്ക് പോവാ ഈശോ. ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ സാന്നിധ്യം നിന്റെ സാന്നിധ്യം ആക്കണേ ഈശോ. കാരണം ഞാൻ നിന്നെ കൊണ്ടാ പോകുന്നത്, ഞാനൊരു സക്രാരിയല്ലേ ഈശോ. അപ്പോൾ എൻ്റെ സാന്നിധ്യം നിന്റെ സാന്നിധ്യം ആക്കണേ ഈശോ. എൻ്റെ വാക്ക്, സ്നേഹത്തിന്റെ വാക്ക് നിന്റെ വാക്കാക്കണേ. ഞാനൊന്ന് പുഞ്ചിരിക്കുമ്പോൾ എൻ്റെ പുഞ്ചിരി നിന്റെ പുഞ്ചിരി ആക്കണേ. ഞാനൊന്ന് തൊടുമ്പോൾ, ഇപ്പോൾ വയ്യാണ്ടിരിക്കുന്ന മോനോ മോളോ ആരെങ്കിലും ആവട്ടെ, അവരെയൊക്കെ ഒന്ന് തൊട്ടേ. കാരണം എന്താ? എൻ്റെ ഈശോനെ ഞാൻ വഹിച്ചുകൊണ്ട് പോവല്ലേ. പിന്നെ പറ്റുമെങ്കിൽ എൻ്റെ മക്കളെയോ ഭർത്താവ് അവരൊന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ കെട്ടിപ്പിടിക്കണം. എന്തിനാണെന്നറിയോ? ഞാൻ കെട്ടിപ്പിടിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ അവരോട് അത്രയ്ക്ക് ചേർന്ന് നിൽക്കും, അല്ലെ? എൻ്റെ ഈശോ അവരോട് ഒത്തിരി ചേർന്ന് നിൽക്കും. അത് ഈശോ തൊടാൻ വേണ്ടിയാ. ഈശോയുടെ സാന്നിധ്യം അവർ വരുന്നില്ല, പക്ഷെ ഞാൻ അവരെയും കൊണ്ട് ഈശോയുടെ അടുത്തേക്ക് പോകുന്നു. എന്തിനാ? അവർക്കും ഈശോയുടെ സാന്നിധ്യം കിട്ടാൻ. അപ്പൊ എന്ത് പറ്റും? ഈശോ എൻ്റെ ഹൃദയം, എൻ്റെ പരിശ്രമം, എൻ്റെ വിശ്വാസം കാണുമ്പം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അച്ഛനും ഈശോ പഠിപ്പിച്ച ഒരു കാര്യം, ഇപ്പൊ ജർമ്മനിലെ ഒരു സമയത്ത്, കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു ധ്യാനത്തിന് ടൈമില് വേറെ യൂറോപ്പിലുള്ള ഒരു പയ്യൻ വന്നു. യൂറോപ്യൻ രാജ്യത്തിൽ നിന്നുള്ള ഒരു പയ്യനാണ്, അക്രൈസ്തവനാണ്. അവനാണെങ്കിൽ ജയിലിൽ ശിക്ഷ കിട്ടിയേക്കാണ്. ഇതൊരു വെള്ളി ശനി ഞായറാണ് ധ്യാനം. അവൻ ഞായറാഴ്ച ധ്യാനം കഴിഞ്ഞ് ബുധനാഴ്ച ജയിലിൽ പോണം. അപ്പൊ അതിനു മുമ്പ് വന്നതാണ്. ഒരു 2.25 വർഷത്തേക്കാണ് സെന്റൻസ് വന്നേക്കുന്നത്. അപ്പൊ ജയിലിൽ പോണം. അപ്പൊ അതിനു വേണ്ടി വന്നതാ. അപ്പൊ അവന് കുർബാന സ്വീകരിക്കാൻ പറ്റില്ല, ക്രൈസ്തവനാണ്. അപ്പൊ എല്ലാം ധ്യാനം കഴിഞ്ഞ്, കുർബാന കഴിഞ്ഞ്, ആരാധന കഴിഞ്ഞ് അച്ഛൻ പോവാ, പള്ളിയിൽ നിന്ന് പുറത്തു പോവാ. അവിടുന്ന് പിന്നെ ജർമ്മനിയിൽ നിന്ന് റോമിലേക്ക് വരണം. അപ്പൊ പോകാൻ ഞാൻ പെട്ടെന്ന് അപ്പം പള്ളിയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മോനെ കണ്ടപ്പം ഈശോ ഒരു ഇൻസ്പിറേഷൻ തന്നു, ആ മോനെ പോയി ഒന്ന് കെട്ടിപ്പിടിക്കാൻ. കാരണം എന്താ? ഞാനിപ്പോ ഈശോനെ സ്വീകരിച്ചു, പക്ഷെ ആ മോൻ സ്വീകരിക്കാൻ അവന് പറ്റില്ല. അവൻ പിന്നെ ജയിലിലേക്ക് പോവുകയാണ്. ഈശോ തോന്നിച്ച ആ മോനെ പോയി ഒന്ന് കെട്ടിപ്പിടിക്കാൻ. അപ്പൊ എന്ത് ചെയ്തു? അവൻ കണ്ടപ്പോ ഞാൻ ഇപ്പൊ നമ്മളെന്താ അച്ഛന്റെ ആ ഉടുപ്പൊക്കെ ആയിട്ടാണ്. അപ്പൊ പോയി ആ മോനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അങ്ങനെ നിന്നു. അവൻ ആ കെട്ട് ലൂസ് ആക്കുന്നിടം വരെ അച്ഛൻ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അച്ഛൻ പാക്ക് ചെയ്തു. അപ്പൊ തന്നെ അച്ഛൻ റൂമിലേക്ക് വന്നു. വന്ന വഴിക്ക്, എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മെസ്സേജ്, അവന്റെ വലിയൊരു മെസ്സേജ്, അവൻ ആ സമയത്തുണ്ടായ അനുഭവം അവൻ ആ മെസ്സേജ് ആയിട്ട് അയക്കുന്നു. അവന് ഈശോ സ്പർശിച്ച അനുഭവം. അതാ അച്ഛൻ എന്താ ചെയ്തു? ഒന്നും ചെയ്തില്ല. ഈശോ പറഞ്ഞത് അനുസരിച്ചു. ഈശോ പറഞ്ഞു, പോയി ഒന്ന് കെട്ടിപ്പിടിക്കുക. എന്തിനാ? നിന്റെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം കൊടുക്കാൻ വേണ്ടി. അതാ വലിയ കാര്യം. ഒന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പൊ മിണ്ടാണ്ടിരിക്കുമെന്ന്, കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഈശോ ചെയ്യേണ്ടത് ചെയ്തു. അതാ നമ്മളോടും ഈശോ ഈ കാലഘട്ടത്തിൽ പറയുന്നത്. അതാ എൻ്റെ കൂട്ടുകാരെ, ഈശോനെയും കൊണ്ട് പോണം. ആ വിശുദ്ധയോട് പറയുന്നില്ല, ടേക്ക് മീ വിത്ത് യു, എന്നെയും കൊണ്ടും നിനക്ക് പോകാമോ? കാരണം ഞാൻ സക്രാരിയിൽ നിന്ന് മടുത്തു, ആരും വരുന്നില്ല. പക്ഷെ എൻ്റെ പല മക്കളും നഷ്ടപ്പെട്ടു പോകുന്നു. അതോർത്ത് എനിക്ക് വേദനിക്കും. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കപ്പുറതിയില്ല. എന്നെയും കൊണ്ട് നിങ്ങൾ പോകാമോ? എന്നെ സ്നേഹിക്കാത്തവരുടെ അടുത്തേക്ക് നിങ്ങൾ പോയാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. പക്ഷെ നിങ്ങളുടെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ കയ്യ്, കാല്, കണ്ണ്, വാക്ക്, സ്നേഹം എല്ലാം എനിക്ക് തരണം. പക്ഷെ നിങ്ങളിലൂടെ ഞാൻ പ്രവർത്തിക്കുക. അത് അവന്റെ പ്രോമിസാണ്. അത്
ആ ബുക്കിന്റെ പേര് ടേക്ക് മീ വിത്ത് യു. ഇതാണ് ബുക്ക്. ഇതാണെങ്കിൽ നമ്മുടെ കേരളത്തില് ഒരു കോൺഗ്രിഗേഷൻ സന്യാസി സമൂഹം ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സക്രാരിയാവാൻ, ഈശോനെയും കൊണ്ട് ഈശോയുടെ മക്കളുടെ അടുത്തേക്ക് പോകാൻ ഈശോ ആഗ്രഹിക്കുന്നു. കാരണം എന്താ? സക്രാരിയിൽ നിന്ന് അവൻ മടുത്തു, അവന് നഷ്ടപ്പെട്ടവർ ഒത്തിരി ആൾക്കാർ നഷ്ടപ്പെടുന്നു. പക്ഷെ അത് അവൻ താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മളെയൊക്കെ വിളിച്ചേക്കുന്നത്. അപ്പൊ അച്ഛന്റെ സമയം തീർന്നു കഴിഞ്ഞു. അപ്പം അച്ഛന് ഇതാണ് പറയാനുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ കണ്ടത്? നമ്മൾ കണ്ടത് മാതാവിന്റെ ജീവിതത്തിൽ മംഗലവാർത്ത നടന്നത് മാതാവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ കുർബാനയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഓരോ കുർബാനയും എൻ്റെ ജീവിതത്തിലെ മംഗലവാർത്തയാണ്. മാതാവിന്റെ ജീവിതത്തിൽ മംഗലവാർത്തയുടെ അന്ന് സംഭവിച്ചത് എല്ലാ കാര്യവും എൻ്റെ ജീവിതത്തിലും ഓരോ വിശുദ്ധ കുർബാനയിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ വിശുദ്ധ കുർബാനയും ഓരോ മംഗലവാർത്തയാണ് എനിക്ക്. അതിനുശേഷം മാതാവ് എലീശ പുണ്യവതിയുടെ അടുത്ത് പോയി അനുഗ്രഹമായി ഈശോനെ വഹിച്ചുകൊണ്ട് ആദ്യത്തെ ജീവിക്കുന്ന സക്കറാരി, ആദ്യത്തെ ദിവികാരുണ്യ പ്രദക്ഷിണം. ഇത് തന്നെയാണ് ഓരോ കുർബാനയ്ക്ക് ശേഷവും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഓരോ സ്ഥലത്തേക്കും പോകുന്നത്. പക്ഷെ ഞാൻ അനുഗ്രഹമാവും എപ്പോഴാ? ഞാൻ എൻ്റെ ഈശോനെയും കൊണ്ടാ പോണേന്ന് മനസ്സിലാക്കുമ്പോൾ. അതുകൊണ്ടാ ഈ കഴിഞ്ഞ വർഷം 3 വർഷമായിട്ട് അമേരിക്കയിൽ എന്താ നാഷണൽ യൂക്കറിസ്റ്റിക് റിന്യൂവൽ എന്ന് പറഞ്ഞ ഒരു ഇതായിരുന്നു. കുറേ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പൊ അച്ഛൻ കോതമംഗലം രൂപതേന്ന് ഇപ്പം നമ്മുടെ പിതാവ് നമ്മുടെ രൂപതയിലെ എല്ലായിടത്തും എല്ലാ പള്ളികളിൽ നിന്നും ഈ ദിവികാരുണ്യ പ്രദക്ഷിണം പ്രഖ്യാപിച്ചേക്കാം. അപ്പൊ എല്ലാ പള്ളിയിലും പോയി അപ്പൊ രൂപത മൊത്തം ഈശോനെയും വഹിച്ചുകൊണ്ട് പോകാൻ, എന്താ? ഈശോയുടെ മക്കളുടെ അടുത്തേക്ക് പോകാൻ. അപ്പൊ പലരും വരുന്നില്ല, പക്ഷെ ഈശോനെയും വഹിച്ചുകൊണ്ട് പോകാൻ. അത് ഈ കാലഘട്ടത്തിൽ ഈശോ തരുന്ന ആരോടാ പറയാ? അവന് ഇഷ്ടമുള്ളവരോടാ, പറഞ്ഞ കേൾക്കുന്ന, അവന് വിശ്വാസമുള്ളവരോടാ. അതാരാ? നമ്മൾ ഓരോരുത്തരും. അത് ഓർക്കണേ. വേറെ ആരുമില്ല ഈശോയ്ക്ക് പറയാൻ. കാരണം അവർ കേൾക്കുന്നില്ല, ഇഷ്ടമില്ല, അവന്റെ അടുത്ത് വരുന്നില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഉള്ളൂ അവന്. അത് ഓർക്കുക. ഞാനും നിങ്ങളും കേൾക്കുവോ? ഈശോ ചോദിക്കുന്ന ഇതാ, എന്നെയും കൊണ്ടൊന്ന് പോകാമോ എൻ്റെ മക്കളുടെ അടുത്തേക്ക്? ബാക്കി ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ ചിരി, നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ തൊടൽ, നിങ്ങളുടെ ആലിംഗനം ഒക്കെ എനിക്ക് തന്നാൽ മതി. ഞാൻ അത് മാറ്റിക്കൊള്ളാം, അനുഗ്രഹമാക്കിക്കൊള്ളാം. റെഡിയാണോ? ഇതാണ് അച്ഛന് പറയാനുള്ളത്. അപ്പൊ ഓർക്കുക, ഓരോ കുർബാനയും ഓരോ മംഗലവാർത്തയാണ്. അതിൽ നിൽക്കരുത്. ഈശോ ആഗ്രഹിക്കുന്നു, എൻ്റെ മോനെ മോളെ എന്നെയും കൊണ്ട് പോകാവോ അനുഗ്രഹമാവാൻ? ഞാൻ അനുഗ്രഹമാക്കും മോനെ, നിന്നിലൂടെ ഞാൻ പ്രവർത്തിക്കും. അത് ആ മോന് എൻ്റെ അനുഭവം നൽകുന്നതായിരിക്കും, മോക്ക് ഒരു അനുഭവമായിരിക്കും. അത്രയും. അപ്പം ഈശോ നമ്മെ എല്ലാവരെയും നമ്മളെല്ലാം ജീവിക്കുന്ന സക്കറാരിയ ആ ഒരു അവയർനെസ്സിലേക്ക് നയിക്കട്ടെ എന്ന് അച്ഛനും പ്രാർത്ഥിക്കുന്നു. അച്ഛനും എന്നെയും പ്രാർത്ഥിക്കുക, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. അച്ഛൻ പറഞ്ഞില്ലേ, ഈശോയ്ക്ക് ഒത്തിരി ആൾക്കാരില്ല, പക്ഷെ നമ്മളൊക്കെയാണ്. പക്ഷെ റെഡിയാണോ അവനെ കൊണ്ട് പോകാൻ? ബാക്കി എല്ലാം അവൻ ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കും. മാതാവ് അനുഗ്രഹമായതുപോലെ നമ്മളും അനുഗ്രഹം. അതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. അമ്മേനെ പോലെ യേശു പറയാൻ അവന്റെ ആഗ്രഹം സാധിക്കണം, അവന്റെ ഇഷ്ടം നിറവേറ്റണം, അവൻ പറയുന്നത് കേൾക്കണം, അവന്റെ ഇൻസ്പിറേഷൻ നമ്മൾ അനുസരിക്കണം. പോകാൻ പറഞ്ഞാൽ പോകണം, കെട്ടിപ്പിടിക്കാൻ പറഞ്ഞാൽ കെട്ടിപ്പിടിക്കണം. മനസ്സിലായോ? അനുസരിക്കുമ്പം ദൈവകൃപ വരും, അവൻ പ്രവർത്തിക്കും. അതാണ്. അപ്പൊ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മ ഈശോയുടെ ആഗ്രഹത്തിന് യേശു പറഞ്ഞ പോലെ, ഈശോയുടെ ആഗ്രഹത്തിന് യേശു പറയാൻ എന്നെ സഹായിക്കണേ. അതുപോലെ ഈ അമ്മ ഈശോനെയും കൊണ്ട് പോയതുപോലെ ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷവും നിന്റെ മോനെയും കൊണ്ട് പോയി ബാക്കിയുള്ളവർക്ക് അനുഗ്രഹമാവാൻ എന്നെ സഹായിക്കണേ, പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കട്ടെ.